അങ്ങനെ ഇന്ന് നമ്മളുള്ളത് ഉസ്തോലാട്ടോ, കോഴിക്കോടുള്ള ഉസ്തോലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എൻഗേജ്മെൻറ്റിൻ്റെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഉസ്തോയിലേക്ക് വന്നത്. അപ്പോൾ നമ്മളെ മെനു ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട്സ് അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഫോണിലിങ്ങനെ തോണ്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് കേക്ക് ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഇതിലിങ്ങനെ നോക്കി. അത്യാവശ്യം വെറൈറ്റി മോഡൽ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു കിടിലൻ വെറൈറ്റി സാധനം തന്നെ ആകണമെന്നുള്ള ലെവലിലാണ് നമ്മളൊരു സാധനം കണ്ണിങ്ങനെ ഉടക്കിയത്. അത് നല്ല കിടിലനൊരു ഐറ്റം, തുർക്കിക്കാരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണെന്ന് പറയാമല്ലോ. നമ്മളെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം സാധനം കേട്ടോ. കാരണം വെച്ചാൽ അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റം സാധനമാണ്. അപ്പോൾ നമ്മൾ അത് തന്നെ ആയിക്കോട്ടെ, നമ്മളെ എൻഗേജ്മെൻറ്റിൻ്റെ ആനിവേഴ്സറിക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കേക്കിൻ്റെ ഒരു പീസ് നമ്മൾ വാങ്ങിച്ചു. അത്രയ്ക്കും ഹൈപ്പുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട്, നമ്മൾ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു അത് വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു സാധനം തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ ആ ഒരു സാധനം അവർ നല്ല രീതിക്ക് ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ മുന്നിൽ എത്തിച്ചെന്നുണ്ട്. അപ്പം സാധനം കാണുമ്പോൾ അത്രയ്ക്ക് വലിയ ഹൈപ്പ് ഇല്ലെങ്കിലും ഈ സാധനത്തിനൊരു വേറെ ലെവൽ ഫാൻ ബേസ് ഉള്ളൊരു ഐറ്റം തന്നെയാണിത്. നമ്മളെ നാട്ടിൽ ഇത് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം വെച്ചാൽ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, തുർക്കിയിലുള്ള എല്ലാവരും ഫേമസ് ആയിട്ട് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലൂടെ എങ്ങനെ ഒഴിച്ചിട്ട് അത് മിക്സ് ആക്കിയിട്ട് കഴിക്കുകയാണ് വേണ്ടത്. അതാണ് ആ ഒരു കേക്കിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ വേണം കഴിക്കാൻ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്പൂണിലെടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ അങ്ങനെ കഴിക്കണം. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി. വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കഴിക്കുന്നത്, പക്ഷെ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, നല്ല രീതിക്ക് ചോക്ലേറ്റൊക്കെ അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. എന്നാൽ അടിപൊളി സാധനമാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടും ചെയ്ത്. കാരണം വെച്ചാൽ ഇത്ര ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലതൊന്നും ഇത്രത്തോളം നമുക്ക് ഹൈപ്പ് കിട്ടാറില്ല കഴിക്കുമ്പം. പക്ഷേ ഇത് ഭയങ്കരമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ആക്രാന്തമായിരുന്നു കോരിയെടുത്ത് കഴിക്കാനുള്ള. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കോരിയെടുത്ത് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഒരു പീസ് കൊണ്ടൊന്നും ആവില്ല, പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പം അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അടുത്തത് സാലഡ്സാട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു ചിക്കൻ സാലഡ്സാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു സാധനം നമ്മുടെ ടേബിളിലേക്ക് എത്തി. അപ്പം നമുക്ക് നല്ല രീതിക്കാണ് നമ്മളെ മുന്നിൽ കൊണ്ടുവച്ച് തന്നെ. നല്ല അടിപൊളിയായിട്ട് നല്ല ആപ്പിളിൻ്റെ സ്ലൈസൊക്കെ ആയിട്ട് എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട്. നല്ല കിടിലനായിട്ട് നമ്മളെ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അടുത്തതായിട്ട് ഒന്ന് നല്ല ഇളക്കി മറിച്ച് മിക്സ് ചെയ്യണം. അപ്പം ആ ഒരു പണി നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ്. അവൻ നന്നായിട്ട് കിടിലനായിട്ട് സെറ്റാക്കി തരും. അപ്പം അവനാണ് ആ ഒരു സംഗതി മിക്സാക്കുന്നത്. സോസും എല്ലാതും കൂടെ നല്ല കിടിലനായിട്ട് മിക്സാക്കുന്ന പരിപാടി അവൻ്റെ അടുത്താണ്. അപ്പോൾ അവനത് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്, നല്ല കിടിലനാക്കി. കാരണം വെച്ചാൽ ഇത് എല്ലാ ഭാഗത്തും സോസ് ആയില്ലെങ്കിൽ എടുത്ത് കഴിക്കുമ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ല കിടിലനായിട്ട് അവൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു മിക്സിങ്ങിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇതിപ്പോൾ കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്ത് കഴിക്കാമെന്നുള്ള ലെവലിൽ അങ്ങനെ എല്ലാവരും പോക്ക് പിടിച്ചിട്ട് വെയിറ്റിങ്ങിലാണ്. നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഓരോ ഐറ്റം അവിടെ വെയിറ്റിങ്ങിലാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എടുത്തെടുത്ത് കഴിക്കാൻ. അപ്പോൾ ഓരോന്നും നമ്മൾ പറഞ്ഞതിനനുസരിച്ച് അവരെ എത്തിച്ചിട്ടുണ്ട് സാധനം. നമ്മൾ ഓരോ ഐറ്റം ഇങ്ങനെ ഫുഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കഴിക്കാനുള്ള ലെവലിലാണ്. ഞാനൊന്ന് സെൽഫി എടുക്കാൻ പോയപ്പോഴത്തേനും എല്ലാവരും കുത്തിയെടുത്ത് കഴിക്കാൻ തുടങ്ങി. സാധനം അടിപൊളിയാട്ടോ, നല്ല കിഡിലൻ സാലഡാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എപ്പോഴും വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഐറ്റമാണ്. നല്ല കിഡിലൻ, നമുക്കെന്താ വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാനതിൻ്റെ കൂടുതൽ വീഡിയോ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ നല്ല കിഡിലൻ ഒരു ഐറ്റം കേട്ടോ ഓർഡർ ചെയ്തത്. ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ആപ്പിൾ ചിന്നമൻ ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. കാരണം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. 2 ബ്രെഡാണ്, അതിലേക്ക് നല്ല ആപ്പിളിൻ്റെ സ്ലൈസ് ആയിട്ടുള്ള അരിഞ്ഞ് വെച്ചിട്ടുള്ളൊരു സെറ്റ് സാധനമാണ്. അതിലേക്ക് നല്ല കിഡിലൻ എന്താ പറയുക ആപ്പിൾ സിറപ്പുമാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല റോസ്റ്റ് ചെയ്തെടുത്തൊരു കിഡിലൻ ഐറ്റം കേട്ടോ, അടിപൊളി സാധനം. അത് ഇതേപോലെ തന്നെ നമ്മളെ ഫ്രണ്ട് നല്ല കിഡിലനായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ 4 പേരുണ്ട്, ഞാനും എൻ്റെ വൈഫും ഉണ്ട്, എൻ്റെ ഫ്രണ്ടും 2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പം ഇവൻ കിടിലനായിട്ട് കട്ട് ചെയ്ത് വെക്കും, നമ്മളിത് കഴിക്കാൻ വേണ്ടി ഇരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇവൻ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു അറ്റാക്കാട്ടോ, കാരണം വെച്ചാൽ ആ ഒരു വെയിറ്റിംഗ് ആണ്. ഇവൻ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എടുത്തിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ വെയിറ്റിങ്ങിലാണ്. നല്ല കിടിലൻ ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ്. അതിൽ ആ ഒരു സാധനം ആപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ട് കുത്തി എടുത്തിട്ട് വേണം കഴിക്കാൻ. വേറെ ലെവലായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. നല്ല കിഡിലിനൊരു സാധനം അങ്ങനെ പറയാം. അത്രയ്ക്കൊരു എന്താ പറയുക, നല്ല ജ്യൂസി പോലെ നിൽക്കുന്ന നല്ല കിഡിലൻ ബ്രെഡ്. അതിങ്ങനെ കഴിയാൻ നിൽക്കുമ്പോൾ നമ്മളെ മിക്സ്ഡ് സോസ് പാസ്ത എത്തിയിട്ടാവും. അതൊരു വെറൈറ്റി ഐറ്റം തന്നെയായിരുന്നു.
വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞാൽ വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. മിക്സ്ഡ് ആ ഒരു 2 സോസ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഐറ്റം നല്ല അടിപൊളിയായിട്ട് നല്ല കിടിലനായിട്ട് നമ്മളെ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഒറ്റ ഇരിപ്പിന് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഇരുത്താണ്. വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരമാണ് നമുക്ക് അവിടെ കിട്ടിയത്. അത് കഴിഞ്ഞാൽ പിന്നെ അറ്റാക്കാണ്. എല്ലാവരും കൂടെ ഇരുന്ന് അടിപൊളിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കഴിക്കൽ തന്നെയാണ്. നമ്മൾ പൊതുവെ എങ്ങനെയാണ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും വെക്കാറില്ല. മാക്സിമം എടുത്ത് കഴിക്കുക, അതാണ് നമ്മളെ പോളിസി. കഴിച്ച് വയറ് നിറയ്ക്കുക, ആസ്വദിച്ച് കഴിക്കുക. അങ്ങനെ ഈ കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ വീഡിയോ എടുക്കും വേണം. കാരണം വെച്ചാൽ ഇതിന് വേറെ ടൈം കിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് നമുക്ക് ഫുഡും കിട്ടില്ല. കാരണം വെച്ചാൽ ആരെയും കാത്തു നിൽക്കില്ല, എല്ലാവരും എടുത്ത് കഴിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ എടുത്ത് കഴിക്കുക. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫോൺ അവൻ്റെ അടുത്ത് കൊടുത്തിട്ട് നീ വീഡിയോ എടുത്തുകൊണ്ടാണ് ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല കിട്ടില്ല സാധനം. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിർത്താതെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ എന്താ പറയുക ടെൻഡർലോയിങ് ബീഫ് സ്റ്റേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ആ ഭംഗിയിൽ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോയി. കാരണം വെച്ചാൽ ഒരു സാധനം നമ്മളെ മുന്നിലേക്ക് നല്ല കിടിലനായിട്ട് പ്രസൻറ്റേഷൻ ചെയ്ത് കൊണ്ടുവെക്കുമ്പം എടുത്ത് കഴിക്കാൻ തോന്നില്ല, അതിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്ന ലെവലിലാണ് ആ സാധനം കൊണ്ടുവച്ചിരിക്കുന്നത്. അത്രയും അടിപൊളിയായിട്ട് നല്ല ബീഫിൻ്റെ തൊടയിറച്ചി തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല പച്ചക്കറികളും ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. ക്യാരറ്റ്, നമ്മളെ പയറിൻ്റെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ അതിലേക്ക് വരുന്നത് നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു എന്താ പറയുക ഉരുളക്കിഴങ്ങ് നല്ല വേവിച്ച് ഉടച്ച് വെച്ചൊരു സാധനം. പിന്നെ ഒരു ബ്രെഡിൻ്റെ പീസും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ആ ഒരു മസാലയുടെ ഒരു സോസ് പോലത്തെ ഒരു ഐറ്റം അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കട്ടിങ് പിന്നെ നമ്മളെ ഫ്രണ്ട് അവൻ കട്ടിങ്ങിൽ പുലിയാണ്. അപ്പോൾ അവൻ തന്നെയാണ് കട്ട് ചെയ്യുക. എല്ലാവർക്കും വേണ്ട ഐറ്റം ആയിട്ട് അവൻ നല്ല കിടിലനായിട്ട് കട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അവൻ കട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവൻ്റെ കട്ടിങ്ങിന് വേണ്ടി എല്ലാവരും വെയിറ്റിങ്ങാണ്. എല്ലാവരും ഫോർക്കും പിടിച്ച് വെയിറ്റിങ്ങാണ്. അവൻ കട്ട് ചെയ്തിട്ട് വേണം ഒരു അറ്റാക്ക് തുടങ്ങാൻ. അവൻ നല്ല കിടിലനായിട്ട് നല്ല സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട്. കട്ടിങ്ങിലെ മെയിൻ എക്സ്പേർട്ടാണ് നമ്മളെ ഇടയിലുള്ള. അതുകൊണ്ട് അവൻ തന്നെയാണ് ഫുഡ് എല്ലതും സെറ്റായിട്ട് റെഡിയാക്കുക. അപ്പോൾ അവൻ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക.